So the question, cell phone calls processed by a certain wireless base station arrive according to Poisson process with an average of 12 per minute. അപ്പോൾ ആദ്യത്തെ രണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തു. നെക്സ്റ്റ് വൺ ഇസ് no calls after 20 seconds. അപ്പം there is a condition, no calls arrive during the first 20 seconds. What is the probability that no call would arrive during the first 30 seconds? ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ ഫസ്റ്റ് കണ്ടീഷൻ വന്നിട്ട് no calls arrive during the first 20 seconds. ആദ്യത്തെ 20 സെക്കൻഡിൽ കോളൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതിൻ്റെ മീനിങ് എന്താ? പ്രോബിലിറ്റി ദാറ്റ് 20 seconds, probability that no calls during the first 20 seconds. What is the probability that no call would arrive during the first? No call എന്ന് പറയുമ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രോബിലിറ്റി ദാറ്റ് നമ്മൾ നേരത്തെ ഒരെണ്ണം ഉണ്ട്, റിസൾട്ട് കൗണ്ടിങ് പ്രോസസ്സിൽ പറഞ്ഞു. കണ്ട, നോ അറൈവൽസ് ഒക്കെ ഡ്യൂറിങ് അപ് ടു ടൈം ടി എന്ന് പറയുന്നത് no arrivals in 0t. ഓക്കെ, no arrivals ഒക്കെ ഡ്യൂറിങ് ദ ഫസ്റ്റ് ടൈം എന്ന് പറയുന്നത് p of t1 ഗ്രേറ്റർ ദാൻ t ആണ്. ഈ ഒരു റിസൾട്ട് അപ്ലൈ ചെയ്തിട്ട് ദിസ് ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? പ്രോബിലിറ്റി ദാറ്റ് t1 ഗ്രേറ്റർ ദാൻ 20 സെക്കൻഡ്. അപ്പോൾ ഈ ഒരു കൺസെപ്റ്റാണ് വരുന്നത്. ഓക്കെ, ഇതിപ്പം ഇങ്ങനെയല്ല. നോ കോൾസ് അറൈവ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 20 സെക്കൻഡ്. വാട്ട് ഇസ് ദ പ്രോബിലിറ്റി ദാറ്റ് വി ഹാവ് ടു ഫൈൻഡ് ദ പ്രോബിലിറ്റി ദാറ്റ് നോ കോൾ വുഡ് അറൈവ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 30 സെക്കൻഡ്. ഇതിൻ്റെ പ്രോബിലിറ്റിയാണ് വേണ്ടത്. അപ്പം നോ കോൾസ് അറൈവ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 30 സെക്കൻഡ് എന്ന് വെച്ചാൽ പ്രോബിലിറ്റി ദാറ്റ് ദ പ്രോപ്പർട്ടി ഇല്ലേ, t1 ഗ്രേറ്റർ ദാൻ 30 സെക്കൻഡ്, t1 greater than 30 second. Okay, probability that t1 greater than probability that t1 probability that t1 greater than 30 second. 30 second എന്നുള്ളത് കണ്ടില്ലേ, 30/60, അതായത് 1/2. അപ്പോൾ നോ കോൾസ് ഡ്യൂറിങ് ദ ഫസ്റ്റ് 30 സെക്കൻഡ്. given that, what is the condition given? No calls arrive during the first 20 seconds. അപ്പോൾ t1 greater than 20 സെക്കൻഡിനെ നമുക്ക് എങ്ങനെ എഴുതാം? 20/60 എന്ന് പറയാം, അത് 1/3. ഓക്കെ, 20/60 is 1/3. ഓക്കെ, അപ്പോൾ ഇങ്ങനെ വരും. പ്രോബിലിറ്റി ദാറ്റ് t1 ഗ്രേറ്റർ ദാൻ 1/2 ഗിവൺ ദാറ്റ് t1 ഗ്രേറ്റർ ദാൻ 1/3. ഓക്കെ, അപ്പോൾ ഇത് നമ്മുടെ നമുക്കൊരു പ്രോപ്പർട്ടി ഉണ്ട്, നേരത്തെ ഒരു പ്രോപ്പർട്ടി പറഞ്ഞല്ലോ, കൗണ്ടിങ് പ്രോസസ്സ്. അതായത് ഇത് എന്തായിരിക്കണം? സ്റ്റേഷനറി ഇൻക്രിമെൻറ്റും ഇൻഡിപെൻഡൻറ്റും ആ ഒരു പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ അത് വെച്ചിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പറയാം ഇത് ഇൻഡിപെൻഡൻറ്റ് ഇൻക്രിമെൻറ്റ്സ് സാറ്റിസ്ഫൈ ചെയ്യണം പോയ്സൺ പ്രോസസ്. സോ ദിസ് ഇസ് ഈക്വൽ ടു p of t1 ഗ്രേറ്റർ ദാൻ ഹാഫ് ആവും. e raised to minus lambda t അല്ലേ പ്രോബിലിറ്റി ദാറ്റ് t ഗ്രേറ്റർ ദാൻ ഒരു t എന്ന് പറയുന്നത് e raised to minus lambda t. ഇത് നമ്മളെവിടെ പ്രോപ്പർട്ടി എഴുതി വെച്ചിട്ടുണ്ട്, ഫോം പറഞ്ഞിട്ടുണ്ട്. പ്രോബിലിറ്റി ദാറ്റ് ദിസ് വൺ ഉണ്ട് കൗണ്ടിങ് പ്രോസസ്സിൽ ഇന്റർഅറൈവൽ ടൈം ഇതാണ്. പ്രോബിലിറ്റി ദാറ്റ് t ഗ്രേറ്റർ ദാൻ e raised to minus lambda t ആയിരിക്കും. ഓക്കെ, പ്രോബിലിറ്റി ദാറ്റ് t ഗ്രേറ്റർ ദാൻ t എന്ന് പറയുന്നത് ദാറ്റ് t ഗ്രേറ്റർ ദാൻ t is equal to e raised to minus lambda t. ലാംഡ വാല്യൂ 2 ആണ്, 12 ആണ്. e raised to minus 12 into ഓക്കെ, e raised to minus 6 ആണ്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് തേർഡ് കോൾ അറൈവ്ഡ് അറ്റ് t is equal to 1. ഓക്കെ, തേർഡ് കോള് അറൈവ്ഡ് അറ്റ് t is equal to 1. ടൈം 1 ആയപ്പോൾ തേർഡ് കോള് വന്നു.
അപ്പോൾ അതിന് നമുക്ക് എങ്ങനെ എഴുതാം? ടി ഈസ് ഈക്വൽ ടു 1 എന്ന് വെച്ചാൽ T1 പ്ലസ് T2 പ്ലസ് T3. അത് ഫസ്റ്റ് അറൈവൽ, സെക്കൻഡ് അറൈവൽ, തേർഡ് അറൈവൽ. തേർഡ് കോളാണ്. നേരത്തെയൊക്കെ നമുക്ക് ഫസ്റ്റ് ആദ്യത്തെ കോളായിരിക്കും പറയുന്നത്. അപ്പോൾ ഇവിടെ തേർഡ് കോള് T1 ഫസ്റ്റ് കോള്, T2 സെക്കൻഡ് കോള്, T3 തേർഡ് അറൈവൽ. അത് T ഈസ് ഈക്വൽ ടു 1 എന്ന് കൊടുക്കുക. So we have to find probability that no call would arrive for the next 10 seconds. അപ്പോൾ അടുത്ത 10 സെക്കൻഡ് എന്ന് പറഞ്ഞാൽ മിനിറ്റ് ആകണം. 10/60 1/6 ആവും. അപ്പോൾ പ്രോബിലിറ്റി ദാറ്റ് നോ കോൾ അറൈവ് എന്ന് പറയുമ്പോൾ T4. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഫോർത്ത് കോൾ ആയിരിക്കുമല്ലോ. T4 is greater than